നമസ്കാരം. PSC ബുള്ളറ്റിനാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. നമ്മൾ കലയും സാഹിത്യവും മാർച്ചിലക്കം PSC ബുള്ളറ്റിനിൽ വന്നതാണ്. നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. വെൽക്കം ടു സണ്ണി സീഡ്സ് PSC ക്ലാസ്സസ്. കലയും സാഹിത്യവും പഠിക്കാം. ആദ്യത്തെ ചോദ്യം, അപ്പോൾ ക്ലൂ ആണ് പറയുന്നത്, അതെന്താണെന്ന് നോക്കിയിട്ട് ഉത്തരം അറിയാമോ എന്ന് ചെക്ക് ചെയ്യുക. ബീഹാറിലെ പട്ന നഗരത്തിൽ പിറവികൊണ്ട ചിത്രശാഖയാണ്. മുഗൾ ചക്രവർത്തിമാരുടെ സംരക്ഷണത്തിൽ നക്കാസ് എന്നറിയപ്പെട്ടിരുന്ന കലാകാരന്മാർ തനതായ രീതിയിൽ വികസിപ്പിച്ചെടുത്ത ശൈലിയാണ്. ഏതാണ് വർണ്ണങ്ങൾ നിറഞ്ഞ ഈ ചിത്രകലാ രീതി? അപ്പോൾ ഒന്നുകൂടെ പറയാം. ബീഹാറിലെ പട്ന നഗരത്തിൽ പിറവികൊണ്ട ചിത്രശാഖ, മുഗൾ ചക്രവർത്തിമാരുടെ സംരക്ഷണത്തിൽ നക്കാസ് എന്നറിയപ്പെട്ടിരുന്ന കലാകാരന്മാർ തനതായ രീതിയിൽ വികസിപ്പിച്ചെടുത്ത ശൈലിയാണ്. വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ചിത്രകലാ രീതി. എന്താണ് ആ ചിത്രകലാ രീതിയുടെ പേര്? പട്നാക്കളം എന്നാണ്. മറക്കരുത്, പട്നാക്കളം. പഠിച്ചത് നമുക്ക് സ്റ്റാർ ഇട്ട് പോവാം. ഓക്കെ, ഡീൽ. അടുത്ത ചോദ്യം, ആരാണ് ഈ വ്യക്തി? യൂറോപ്യൻ സാഹിത്യ സംവാദങ്ങൾക്കുള്ള വേദിയായ ലിറ്ററേച്ചർ അക്രോസ് ഫ്രോണ്ടിയേഴ്സ് എന്ന സംഘടനയുടെ ഡയറക്ടറാണ്. വിവർത്തക, എഡിറ്റർ എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇവർ 25ലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആരാണ് ഈ വ്യക്തി? അലക്സാന്ദ്ര ബൂച്ചിലർ എന്നാണ് പേര്. അലക്സാന്ദ്ര ബൂച്ചിലർ ആരാണ്? യൂറോപ്യൻ സാഹിത്യ സംവാദങ്ങൾക്കുള്ള വേദിയായിട്ടുള്ള ലിറ്ററേച്ചർ അക്രോസ് ഫ്രോണ്ടിയേഴ്സ് എന്ന സംഘടനയുടെ ഡയറക്ടറാണ്. ഇപ്പോൾ യൂറോപ്യൻ സാഹിത്യ സംവാദങ്ങൾക്കുള്ള വേദിയായിട്ടുള്ള ലിറ്ററേച്ചർ അക്രോസ് ഫ്രോണ്ടിയേഴ്സ് എന്ന സംഘടനയുടെ ഡയറക്ടർ ആരാ? അലക്സാന്ദ്ര ബൂച്ചിലർ. അവരൊരു വിവർത്തകയാണ്, എഡിറ്ററാണ്. 25ലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡീൽ? ഓക്കെ. അടുത്തത്, വന്യജീവി ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തിയാൽ മടക്കിക്കൊണ്ടുവരാൻ കഴിയില്ല. ഒരു പിരമിഡിനെ മനുഷ്യന് പുനർനിർമ്മിക്കാം, പക്ഷേ ഒരു ജിറാഫിനെയോ പരിസ്ഥിതിയെയോ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല. പല ഭാഷകളിലും അച്ചടിച്ചിട്ടുള്ള ബോൺ ഫ്രീ എന്ന പുസ്തകം രചിച്ച ഒരു പ്രകൃതി ശാസ്ത്രജ്ഞയുടേതാണ് ഈ വാക്കുകൾ. ബോൺ ഫ്രീ എന്ന പേരിലുള്ള സിനിമ അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട്. ആരാണ് ഈ വ്യക്തി? ജോയ് ആഡംസൺ. അപ്പോൾ വന്യജീവി ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തിയാൽ മടക്കി കൊണ്ടുവരാൻ കഴിയില്ല. ഒരു പിരമിഡിനെ മനുഷ്യന് പുനർനിർമ്മിക്കാം, ഒരു ജിറാഫിനെയോ പരിസ്ഥിതിയെയോ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല. ഏത് പുസ്തകത്തിലുള്ളതാണ്? ബോൺ ഫ്രീ എന്ന പുസ്തകത്തിലേതാണ്. ഏത് ശാസ്ത്രജ്ഞയാണ്, പ്രകൃതി ശാസ്ത്രജ്ഞയാണ് ഈ പുസ്തകം രചിച്ചത്? ജോയ് ആഡംസൺ. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇപ്പോൾ തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത്, ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? AR റഹ്മാനാണ്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ AR റഹ്മാൻ. അടുത്ത ചോദ്യം, ഐ ലവ് യു മൊസാർട്ട് എന്ന ഫ്യൂഷൻ ആൽബം ഒരുക്കിയ പ്രശസ്ത ദക്ഷിണേന്ത്യൻ സംഗീത സംവിധായകൻ ആരാണ്? ഐ ലവ് യു മൊസാർട്ട് എന്ന ഫ്യൂഷൻ ആൽബം ഒരുക്കിയത് ആരാണ്? ഇളയരാജയാണ്. ഇളയരാജയുടേതാണ് ഐ ലവ് യു മൊസാർട്ട് എന്ന ഫ്യൂഷൻ ആൽബം. ഓക്കെ. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? ആൻ ഫ്രാങ്കിൻ്റെ ഡയറി ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? ആൻ ഫ്രാങ്കിൻ്റെ ഡയറി എന്ന ബുക്ക് ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? ഡച്ച് ഭാഷയിലാണ്. ഡച്ച്. സരസ്വതി സമ്മാൻ നേടിയ ആദ്യത്തെ മലയാളിയാണ് ബാലാമണിയമ്മ. ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്? അപ്പോൾ ബാലാമണിയമ്മയ്ക്ക് സരസ്വതി സമ്മാനം ലഭിച്ച കൃതി ഏതാണ്? നൈവേദ്യമാണ്. ആദ്യത്തെ മലയാളിയാണ് ബാലാമണിയമ്മ. അപ്പോൾ സരസ്വതി സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ബാലാമണിയമ്മ എന്നുണ്ട്. ഏത് കൃതിക്കാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നൈവേദ്യം എന്ന് പറയണം. ഇനി നൈവേദ്യം ആരെഴുതിയതാണെന്നും ചോദിക്കാം അല്ലേ? ആ ചോദ്യം പല രീതിയിൽ ഫ്രെയിം ചെയ്ത് വരാം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആദ്യത്തെ സരസ്വതി സമ്മാൻ നേടുന്ന ആദ്യത്തെ മലയാളിയാണ് ബാലാമണിയമ്മ. നേടിയത് നൈവേദ്യം എന്ന കൃതിക്കാണ്. അപ്പോൾ സരസ്വതി സമ്മാൻ ആദ്യത്തെ മലയാളി, ബാലാമണിയമ്മ നൈവേദ്യം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയണം. ക്വസ്റ്റ്യൻ ഏത് രീതിയിലും ഫ്രെയിം ചെയ്ത് വന്നോട്ടെ അല്ലേ? ഓക്കെ, അപ്പോൾ അത് പഠിച്ചല്ലോ. നൈവേദ്യം. ഡീൽ. അടുത്തത്, 2003 മുതൽ 2020 വരെ രചിക്കപ്പെട്ട സൽമാൻ റുഷ്ദിയുടെ ലേഖനങ്ങൾ സമാഹരിച്ച് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? 2003 മുതൽ 2020 വരെ രചിക്കപ്പെട്ട സൽമാൻ റുഷ്ദിയുടെ ലേഖനങ്ങൾ സമാഹരിച്ച് പുറത്തിറക്കിയ പുസ്തകം ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത് എന്ന പുസ്തകമാണ് സൽമാൻ റുഷ്ദിയുടെ ലേഖനങ്ങളുടെ സമാഹാരം. ഓക്കെ, ലാംഗ്വേജസ് ഓഫ് ദ ട്രൂത്ത്. ഓക്കെ. അടുത്തത്, തമിഴിലെ യുവകവികളിൽ പ്രമുഖ സ്ഥാനം. ജീവിത വൈരുദ്ധ്യങ്ങളെ നർമ്മം കലർത്തി രചനകളിൽ അവതരിപ്പിക്കുന്നു. തമിഴിൽ ചലച്ചിത്ര ഗാനങ്ങളും എഴുതും. യഥാർത്ഥ പേര് A. സത്യമൂർത്തി എന്നാണ്. ആരാണ് ഈ എഴുത്തുകാരൻ? ഇഷൈ.
ഇതാണ് ഇഷൈ. അപ്പോൾ തമിഴിലെ യുവകവികളിൽ പ്രമുഖ സ്ഥാനമുള്ള ഒരു കവിയാണ് ഇഷൈ. ജീവിത വൈരുദ്ധ്യങ്ങളെ നർമ്മം കലർത്തി രചനകളിൽ അവതരിപ്പിക്കുന്നു ഇഷൈ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളും എഴുതുന്നുണ്ട് ഇഷൈ. യഥാർത്ഥ പേര് എ സത്യമൂർത്തി എന്നാണ്. ആരുടെ യഥാർത്ഥ പേരാണ് എ സത്യമൂർത്തി? ഇഷയുടെ. ഓക്കെ, അപ്പം ഇഷയെ നമ്മൾ പഠിച്ചു. ഡി ഇഷൈ. അടുത്ത ചോദ്യം. തൻ്റെ ആദ്യ ചിത്രം 1949 ഹോമി ജെ ഭാവയ്ക്ക് നൽകി. 1990 പത്മശ്രീയും 2011 പത്മഭൂഷണും ഈ ചിത്രകാരൻ നേടി. മുംബൈ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു ഇദ്ദേഹം. ചിത്രകാരനാകുന്നതിന് മുമ്പ് ഇദ്ദേഹം 12 വർഷം ബാങ്കറായിരുന്നു. ആരാണ് ഈ കലാകാരൻ? കൃഷൻ ഖന്ന എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കൃഷൻ ഖന്ന. അപ്പോൾ കൃഷൻ ഖന്നയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം ആർക്ക് നൽകി? 1949 ഹോമി ജെ ഭാവയ്ക്ക് നൽകി. 1990 പത്മശ്രീ ലഭിക്കുന്നു. 2011 പത്മഭൂഷണം ലഭിക്കുന്നു. മുംബൈ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു. ചിത്രകാരനാകുന്നതിന് മുമ്പ് 12 വർഷം ബാങ്കറായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പത്മശ്രീയും പത്മഭൂഷണം നേടിയ ചിത്രകാരൻ. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തരാം. മുംബൈ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു ഇദ്ദേഹം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് 12 വർഷം അല്ലെങ്കിൽ ചിത്രകാരനാകുന്നതിന് മുമ്പ് ബാങ്കറായിരുന്നു എന്നൊക്കെ പറയാം. താഴെ തന്നിരിക്കുന്നതിൽ കൃഷൻ ഖന്നയെ പറ്റി ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നൊക്കെ ചോദിക്കാം. ഇൻഡെപ്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അങ്ങനെ വരാം. PSC ബുള്ളറ്റിനിൽ വന്നിരിക്കുന്ന പോയിൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ കൃഷൻ ഖന്നയെ പറ്റി നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? 1949 ഹോമി ജെ ഭാവയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം നൽകുന്നു. 1990 പത്മശ്രീയും 2011 പത്മഭൂഷണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. മുംബൈ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു അദ്ദേഹം ചിത്രകാരനാകുന്നതിന് മുമ്പ് ബാങ്കറായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി അല്ലേ? അപ്പോൾ സ്റ്റാർ ഇടാലോ? വിത്ത് യുവർ പെർമിഷൻ, യെസ് സ്റ്റാർ. അടുത്ത ക്വസ്റ്റ്യൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? കമല നെഹ്റുവിന്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? ഈ കമല നെഹ്റു ആരാ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരാണ് കമല നെഹ്റു? ഓക്കെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? കമല നെഹ്റുവിന്. ഓക്കെ, അടുത്ത ചോദ്യം. ഗംഗാ നദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഓ ഗംഗ ബഹ്തി ഹേ ക്യോം എന്ന ഗാനം ചിട്ടപ്പെടുത്തിയ സംഗീതജ്ഞൻ ആരാണ്? ഗംഗാ നദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഓ ഗംഗ ബഹ്തി ഹേ ക്യോം എന്ന ഗാനം ചിട്ടപ്പെടുത്തിയത് ആരാണ്? ഭൂപൻ ഹസാരിക. ഭൂപൻ ഹസാരികയുടെ ഗാനമാണ് ഓ ഗംഗ ബഹ്തി ഹേ ക്യോം എന്ന ഗാനം. ഓക്കെ, ഭൂപൻ ഹസാരിക. ഡീൽ. അടുത്ത ചോദ്യം. അൺഹാപ്പി ഇന്ത്യയുടെ ആരുടെ കൃതിയാണ്? അൺഹാപ്പി ഇന്ത്യ. ലാലാ ലജ്പത് റായിയുടെ കൃതിയാണ് അൺഹാപ്പി ഇന്ത്യ. അൺഹാപ്പി ഇന്ത്യ ലാലാ ലജ്പത് റായിയുടെ കൃതിയാണ് അൺഹാപ്പി ഇന്ത്യ. ഡീൽ. അടുത്ത ചോദ്യം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കൃതിയുടെ 16ാമത്തെ പതിപ്പ് മറ്റു പതിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ പതിപ്പിൻ്റെ അവതാരിക ഇതിൻ്റെ സവിശേഷതയാണ്. ആരാണ് 16ാം പതിപ്പിൻ്റെ അവതാരിക എഴുതിയത്? അപ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കൃതിയുടെ 16ാമത്തെ പതിപ്പ് പുറത്തിറങ്ങി. അപ്പോൾ ആ 16ാമത്തെ പതിപ്പിനൊരു വ്യത്യസ്തതയുണ്ട്. അതിൻ്റെ അവതാരിക എഴുതിയത് ഒരു പ്രത്യേകതയുള്ള ഒരാളാണ്. ആരാണ് ഇതിൻ്റെ അവതാരിക എഴുതിയത്? ജോസഫ് മുണ്ടശ്ശേരിയാണ് ഇതിൻ്റെ അവതാരിക എഴുതുന്നത്. ജോസഫ് മുണ്ടശ്ശേരി. ക്ലിയർ? ജോസഫ് മുണ്ടശ്ശേരി. അടുത്ത ചോദ്യം. എബ്രഹാം ലിങ്കൺ ജീവചരിത്രം 6 വോള്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ച എഴുത്തുകാരൻ ആരാണ്? എബ്രഹാം ലിങ്കൻ്റെ ജീവചരിത്രം എഴുതിയത് ആരാണ്? കാൾ സാൻബർഗ് ആണ് എബ്രഹാം ലിങ്കൻ്റെ ജീവചരിത്രം 6 വോള്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചത്. കാൾ സാൻബർഗ്. എബ്രഹാം ലിങ്കൺ ജീവചരിത്രം കാൾ സാൻബർഗ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ അതിൻ്റെ അവതാരിക എഴുതിയത് ജോസഫ് മുണ്ടശ്ശേരി. അൺഹാപ്പി ഇന്ത്യ ആരുടെയാ? ലാലാ ലജ്പത് റായ്. ഭൂപൻ ഹസാരികയെക്കുറിച്ച് എന്താ പഠിച്ചത്? നമ്മൾ ഗംഗാ നദിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഓ ഗംഗ ബഹ്തി ഹേ ക്യോം എന്ന ഗാനം അദ്ദേഹമാണ് എഴുതിയത്. കമല നെഹ്റുവിനാണ് ജവഹർലാൽ നെഹ്റു ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത്. ഡീൽ. ഈസ് ഇറ്റ് എ ഡീൽ? ഓക്കെ, അടുത്ത ചോദ്യം പഠിക്കാം. നമ്മളെല്ലാം ചെളിക്കുണ്ടിലാണ്, എന്നാൽ നമ്മളിൽ ചിലർ നക്ഷത്രങ്ങളിലേക്കാണ് നോക്കുന്നത്. ആരുടെ വാക്കുകളാണ്? ഓസ്കർ വൈൽഡിൻ്റെ വാക്കുകളാണ്. നമ്മളെല്ലാം ചെളിക്കുണ്ടിലാണ്, എന്നാൽ നമ്മളിൽ ചിലർ നക്ഷത്രങ്ങളിലേക്കാണ് നോക്കുന്നത്. ആരുടെ വാക്കുകളാണ്? ഓസ്കർ വൈൽഡ്. നല്ല വാക്കുകളാണ് അല്ലേ? പഠിച്ചിരിക്കണം. നമ്മളെല്ലാം ചെളിക്കുണ്ടിലാണ്, എന്നാൽ നമ്മളിൽ ചിലർ നക്ഷത്രങ്ങളിലേക്കാണ് നോക്കുന്നത്. ആരുടെയാണ്? ഓസ്കർ വൈൽഡ്. അടുത്ത ചോദ്യം പഠിക്കാം.
റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയ ഇന്ത്യക്കാരൻ ആരാണ്? റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയ ഇന്ത്യക്കാരൻ ആരാണ്? പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കർ ആണ് റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയത്. പണ്ഡിറ്റ് രവിശങ്കർ. റഷ്യൻ വിപ്ലവത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ആദ്യ മലയാള പുസ്തകം 1931 പി കേശവദേവാണ് എഴുതിയത്. ലഘുലേഖയുടെ രൂപത്തിൽ എഴുതപ്പെട്ട ഈ പുസ്തകം ഏതാണ്? അഗ്നിയും സ്ഫുലിംഗവും. എന്താണ് അഗ്നിയും സ്ഫുലിംഗവും? റഷ്യൻ വിപ്ലവത്തെ പരാമർശിച്ചുകൊണ്ട് ഉള്ള ആദ്യ മലയാള പുസ്തകമാണ്. ഏതാണ് റഷ്യൻ വിപ്ലവത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ആദ്യ മലയാള പുസ്തകം? അഗ്നിയും സ്ഫുലിംഗവും. 1931 പി കേശവദേവ് എഴുതിയ റഷ്യൻ വിപ്ലവത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ആദ്യ മലയാള പുസ്തകം ഏതാണ്? അഗ്നിയും സ്ഫുലിംഗവും. ഓക്കെ. ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സ്റ്റാർ ഇട്ടില്ല, സ്റ്റാർ. ഓക്കെ. അടുത്തത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പ്രസിദ്ധീകരണമായ ആദ്യ കവിതാ സമാഹാരമാണ് 18 കവിതകൾ. ലോകപ്രസിദ്ധമായ മറ്റൊരു കവിയുടെ ആദ്യ കവിതാ സമാഹാരത്തിൻ്റെ പേരും 18 കവിതകൾ, 18 പോംസ് എന്നാണ്. ആരാണ് ഈ കവി? ഡിലൻ തോമസ്. ഡിലൻ തോമസിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേര് 18 പോംസ് എന്നാണ്. അതുപോലെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പ്രസിദ്ധീകരണമായ ആദ്യ കവിതാ സമാഹാരത്തിൽ 18 കവിതകൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. 18 കവിതകൾ. ഓക്കെ. അടുത്തത് ഗുജറാത്തിലെ കച്ച് പ്രദേശത്ത് പരമ്പരാഗത എംബ്രോയ്ഡറി ശാഖകളിൽ ഒന്നാണ്. നിരവധി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോന്നിട്ടുള്ള ഈ വസ്ത്രകലയ്ക്ക് 4 നൂറ്റാണ്ടുകളുടെ ദൈർഘ്യവും വിശിഷ്ടമായ ചരിത്രവുമുണ്ട്. തുകലുകൾ കൊണ്ട് മനോഹരമായ ഷൂസും ചെരുപ്പും ബാഗും നിർമ്മിക്കുന്ന ഈ വിഭാഗക്കാർ സങ്കീർണമായ ഡിസൈനുകൾ മനോഹരമായ വർണ്ണനൂലുകൾ ഉപയോഗിച്ച് തുണിയിൽ തുന്നിയെടുക്കും. ഏതാണ് ഈ വസ്ത്രകലാശാഖ? ഈ വസ്ത്രകലാശാഖയുടെ പേരെന്താണ്? ഗുജറാത്തിലെ കച്ച് പ്രദേശങ്ങളിലെ പരമ്പരാഗത എംബ്രോയ്ഡറി ശാഖയാണ്. ഏതാണ്? മോച്ചി, കർബോച്ചി വസ്ത്രകല എന്ന് പറയും. കർച്ചോബി വസ്ത്രകല എന്ന് പറയും. കർച്ചോബി വസ്ത്രകല. മോച്ചി എന്നാണ് പേര്. മോച്ചി. ഓക്കെ. അടുത്ത ചോദ്യം. മലകൾ താഴ്വരകൾ മനുഷ്യർ ആരുടെ കൃതിയാണ്? മലകൾ താഴ്വരകൾ മനുഷ്യർ ആരുടെ കൃതിയാണ്? കെ പാനൂർ. കെ പാനൂരിൻ്റെ കൃതിയാണ് മലകൾ താഴ്വരകൾ മനുഷ്യർ. മലകൾ താഴ്വരകൾ മനുഷ്യർ. കെ പാനൂർ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? പി സി ഗോപാലനാണ്. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ പി സി ഗോപാലൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? പി സി ഗോപാലൻ. ഡീൽ. പി സി ഗോപാലൻ, നന്ദനാർ. പി സി ഗോപാലൻ, നന്ദനാർ. കെ പാനൂരിൻ്റെ മലകൾ താഴ്വരകൾ മനുഷ്യർ. ഓക്കെ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? പാട്ടബാക്കി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. ജി അരവിന്ദൻ്റെ പോക്കുവയിൽ എന്ന ചിത്രത്തിന് ഏത് സംഗീതജ്ഞൻ്റെ പുല്ലാങ്കുഴൽ നാദമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ജി അരവിന്ദൻ്റെ പോക്കുവയിൽ എന്ന ചിത്രത്തിൽ ഏത് സംഗീതജ്ഞൻ്റെ പുല്ലാങ്കുഴൽ നാദമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഹരിപ്രസാദ് ചൗരസ്യയുടെ. ഹരിപ്രസാദ് ചൗരസ്യയുടെ പുല്ലാങ്കുഴലാണ് ജി അരവിന്ദൻ്റെ പോക്കുവയിൽ എന്ന ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹരിപ്രസാദ് ചൗരസ്യ പുല്ലാങ്കുഴൽ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ സംഗീതമാണ്, പുല്ലാങ്കുഴൽ നാദമാണ് ജി അരവിന്ദൻ്റെ പോക്കുവയിൽ എന്ന ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡീൽ. പഠിച്ചല്ലോ. ഹരിപ്രസാദ് ചൗരസ്യ. ഇസ്രായേൽ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന പലസ്തീൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന വെൻ ഐ ലിവ്ഡ് ഇൻ മോഡേൺ ടൈംസ് എന്ന നോവൽ രചിച്ചതാരാണ്? ഇസ്രായേൽ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ മുൻപ് ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന പലസ്തീൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന വെൻ ഐ ലിവ്ഡ് ഇൻ മോഡേൺ ടൈംസ് എന്ന നോവൽ രചിച്ചതാരാണ്? ലിൻഡ ഗ്രാൻഡ്. ലിൻഡ ഗ്രാൻഡ്. ക്ലിയർ? ബുള്ളറ്റിൻ എന്ന പ്ലേലിസ്റ്റിൽ ബാക്കി പി എസ് സി ബുള്ളറ്റിൻ്റെ ചെയ്ത വീഡിയോസൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് പി എസ് സി ബുള്ളറ്റിനുള്ള വീഡിയോസ് കൂടി കാണുക. ഓക്കെ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ബൈ.